രാഹുൽ മാങ്കുടത്തിൽ അവിടെ വിജയിച്ചത് പോലും ഷാഫി പറമ്പലിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിലാണ്. സ്ത്രീകൾക്കിടയിലേക്ക് തന്നെ ഈ കടന്നു കയറുവാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു മിടുക്ക് അത് എടുത്തു പറയേണ്ടത്. ഭരണവിരുദ്ധ വികാരം അവർക്ക് തിരിച്ചടിയാകും, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഇടതിൽ ക്യാമ്പുകൾ പോലും വിലയിരുത്തുന്നുണ്ട് അല്ലെ. പുലിയാണ് എന്നുള്ളതാണ് പലരും പറയുന്നത്. പുലിക്കുട്ടിയൊക്കെ മാറി, ഇപ്പോൾ പുലിയാണ്, യഥാർത്ഥ പുലിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് BJP ക്യാമ്പുകാർ പറയുന്നത്. പാലക്കാട് അത്ര എളുപ്പമല്ല UDF-ന്. കഴിഞ്ഞ മത്സരം ഇപ്പൊ രാഹുൽ മാങ്കുടത്തിൽ വിജയിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പാലക്കാട്ടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അവിടെ സാധ്യതയാർക്ക്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഗ്രീഷ്മ ബെന്നി. നമസ്കാരം ഗ്രീഷ്മ. ഗ്രീഷ്മ, പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്, സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ടും ചില വിവാദങ്ങളുടെ പേരിലും അല്ലേ? അതെ, നിലവിലത്തെ സാഹചര്യത്തിൽ സിനിമാ താരം കൂടിയായ അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായ രമേശ് പിഷാരടി മത്സരിക്കുന്നതുകൊണ്ടാണ് പാലക്കാട് ഇത്രയും സ്വീകാര്യത നേടുന്നത്. മുൻപായ ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആയാലും ഒരു ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടുത്തെ വിജയം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും പാലക്കാട് ആരായിരിക്കും എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. കാരണം 2011 മുതൽ ഇങ്ങോട്ട് ഷാഫി പറമ്പിൽ സ്വന്തമാക്കി വെച്ച മണ്ഡലം 2011, 16, 21 വരെ അദ്ദേഹം വിജയിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി രാജിവെക്കേണ്ടി വന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 2024-ൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. അതിനുശേഷം വിവാദമുണ്ടാകുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആരോപണങ്ങൾ ഉയരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരുന്നു. ഇതാണ് അവിടുത്തെ സാഹചര്യം. ഇക്കുറി മത്സരം ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും തമ്മിൽ വളരെ ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. LDF-നും അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. NMR റസാഖ് എന്ന വ്യവസായിയാണ് LDF അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിലെമ്പാട് നോക്കുമ്പോഴും. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഒരു ഫയർ ബ്രാൻഡ് നേതാവ് എന്ന പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. അതെ, BJP പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ഫയർ ബ്രാൻഡ് നേതാവായ ശോഭാ സുരേന്ദ്രനാണ് അവിടെ ജനവിധി തേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ശോഭാ സുരേന്ദ്രൻ പലകുറി പലയിടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമായി മത്സരിച്ചു, ഓളമുണ്ടാക്കി ജയത്തിനരികിലെത്തുന്നു, വീണ്ടും മണ്ഡലം മാറേണ്ടി വരുന്നു. ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്നു. പാലക്കാട് മുൻപും മത്സരിച്ചിട്ടുണ്ടെങ്കിലും 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശോഭയെക്കുറിച്ച് പറയാവുന്ന ഒരു കാര്യം. എന്തായാലും ഇവിടെ ആരോപണങ്ങളുടെ ഒരു കുന്തമുന ഉയരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. VD സതീശൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ BJP CPM ഡീലുണ്ട് എന്ന്, അല്ലെ? അതെ, ഡീൽ ആരോപണം പറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്താണ്, ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്, ഇടതുപക്ഷം നിർത്തിയത് ശോഭാ സുരേന്ദ്രന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. രമേശ് പിഷാരടി അത്ര വലിയ ഒരു സ്ഥാനാർത്ഥി അല്ല എന്ന തരത്തിലാണ് ഇടതുപക്ഷം കാണുന്നത്, അതുപോലെ തന്നെ BJP കാണുന്നതെന്നൊക്കെയാണ്. പക്ഷെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം 2011 മുതൽ പരിശോധിക്കുകയാണെങ്കിൽ BJP-ക്ക് അവിടെ ഒരു വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 മുതൽ 2024 ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ BJP-ക്ക് 10,671 വോട്ട് കുറഞ്ഞു. അത് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥി എല്ലാ മത്സരങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. അതുകൊണ്ടാണ് അവിടെ വോട്ട് കുറഞ്ഞതെന്ന് BJP പോലും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വസ്തുത. അതെ, BJP-യുടെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മണ്ഡലത്തിൽ 2016 മുതൽ അവർ കൺസിഡറബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ്. 2016-ൽ അവിടെ 2ാം സ്ഥാനത്തേക്ക് ഉയരുന്നു BJP എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 2016-ൽ ശോഭാ സുരേന്ദ്രൻ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു. 2021-ൽ മെട്രോമാൻ ശ്രീധരനാണ് മത്സരിക്കുന്നത്. ശ്രീധരൻ ജയത്തിലേക്ക് കുതിക്കും എന്ന് പോലും നമുക്ക് ഇടയ്ക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ഏറെ ടെൻഷനിലായ ഒരു സമയമായിരുന്നു ആ കൗണ്ടിംഗ്. എല്ലാവരും തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, കാരണം ആര് ജയിക്കും എന്നറിയാൻ ഉള്ള ഒരു ഇത്. അവസാനം 3859 വോട്ടിന് ശ്രീധരൻ 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. ആ ഒരു മാർജിനിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മുനിസിപ്പാലിറ്റിയിലെ തുടർഭരണമാണ് BJP-ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം അവിടെ എടുത്തു പറയേണ്ടത്. പാലക്കാട് മുനിസിപ്പാലിറ്റി അവർ തുടർഭരണത്തിലൂടെ സ്വന്തമാക്കി മുന്നോട്ട് പോവുകയാണ്. 3ാം തവണയും പാലക്കാട് മുനിസിപ്പാലിറ്റി അവർക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം.
ആ, അതുപോലെ തന്നെ 2011 ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 22,000-ൽ പരം വോട്ട് മാത്രമാണ്. 22,317 വോട്ടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 2016 എത്തുമ്പോൾ അത് 40,000-ലേക്ക് ഉയർത്തുവാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ് ആ ശോഭയുടെ മിടുക്ക് എടുത്തു കാണിക്കുന്ന ഒരു പ്രകടനം 2016 ഉണ്ടായി. അതിനുശേഷം നമുക്കറിയാം 2021 ഇ ശ്രീധരന്റെ ശക്തമായ തേരോട്ടം. ശോഭാ സുരേന്ദ്രന്റെ വ്യക്തി മികവ്, അതിനോടൊപ്പം തന്നെ പാർട്ടി കരുത്ത്, ഇത് രണ്ടും ചേരുമ്പോൾ വിജയം ആഘോഷിക്കാൻ സാധിക്കുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. യു.ഡി.എഫിന്റെ കാര്യത്തിനെ കുറിച്ച് എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും? യു.ഡി.എഫ് സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. അതെ, യു.ഡി.എഫ് വ്യക്തമായിട്ടുള്ള ഒരു നേട്ടം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചത് പോലും ഷാഫി പറമ്പലിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചത്. അപ്പോൾ അത് നമുക്ക് കണ്ടില്ല എന്ന് മേടിക്കാൻ പറ്റില്ല. ഈ പറയുന്നത് പോലെ രമേശ് പിഷാരടി ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ് രമേശ് പിഷാരടി. അത് രമേശ് പിഷാരടിയുടെ ആ വാക്ചാതുരി അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട് അല്ലേ? ആ അദ്ദേഹം കൃത്യമായി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകാൻ അതായത് സാധിക്കുന്ന എതിർ ഒരാളാണ്. സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഷാഫി പറമ്പിലിനെയാണെന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. ഓക്കെ. ഷാഫി പറമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് ഷാഫി പറമ്പിലിനേക്കാൾ ആ, തന്റെ ഇതാ കോമ്പറ്റീറ്റർ ആ ഷാഫി അതെ പറമ്പിലാണ് അതെ എന്നാണ് രമേശ് അതാണ് പിഷാരടി രമേശ് പറയുന്നത്. പിഷാരടി പറയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാര്യമോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കാര്യമോ അല്ല രമേശ് പിഷാരടി പറയുന്നത്. രമേശ് പിഷാരടി യു.ഡി.എഫ് പറയുന്ന മറ്റൊരു അവകാശവാദമുണ്ട്. ഇത് രമേശ് പിഷാരടിയുടെ കുടുംബ പേരുകളുള്ള നാടാണ് പാലക്കാട് അതെ, എന്നാണ് പറയുന്നത്. അപ്പോൾ ആലത്തൂർ. അതെ, അത്തരത്തിൽ ഉള്ള ഒരു നാട്ടിൽ സ്വന്തം നാട്ടുകാരനെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളൊരു അവകാശവാദം അവർക്ക് പറയാനുണ്ട്. ഒപ്പം തന്നെ രമേശ് പിഷാരടിക്ക് എതിരെ തോമസ് ഐസക് ഉയർത്തിയ ആരോപണം എയറിലുണ്ട്. അവിടെ ശക്തമായി അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർ പ്രചാരണ വേളയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അവിടെ ബി.ജെ.പിയുടെ ശക്തമായ ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്നാണ് പ്രചരണ രംഗം കൊഴുപ്പിക്കുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ. ഒരു ഓളമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിലൊക്കെ തന്നെ ഈ കടന്നു കയറുവാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു മിടുക്ക് അത് എടുത്തു പറയേണ്ടതാണ്. അവരുടെ അത് ബി.ജെ.പി എലക്വൻസി. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതെ. അതായത് പാലക്കാട് ബി.ജെ.പി ലക്ഷ്യം വെച്ചിരുന്നു എന്ന് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പി അവരുടെ സ്ഥാനാർത്ഥിയായി കരുത്തുറ്റ നേതാവ് ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനു മുമ്പേ അവിടെ ചുമരെഴുതാനായാലും ചുമരെടുത്തതൊരു ഹിന്റായിരുന്നു. ശോഭാ സുരേന്ദ്രൻ തന്നെ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ശക്തിയായ ഒരു കരുത്തുറ്റ ഒരു എതിരാളി തന്നെയാണ് യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും. പാലക്കാട് മുനിസിപ്പാലിറ്റി അവർ തുടർഭരണം നേടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അവരുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അവിടെയുള്ള അവർ വോട്ട് ഷെയറിൽ അവർ വലിയ രീതിയിൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യു.ഡി.എഫിൻ്റെ ഭരണത്തിലുള്ളതാണ് പിരായിരി പഞ്ചായത്ത്. ആ പിരായിരി പഞ്ചായത്തിൻ്റെ സ്വഭാവവും അവർക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് അവർ കരുതുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ എൽ.ഡി.എഫ് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന പഞ്ചായത്തുകളാണ്. എങ്കിലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നാണംകെട്ട മൂന്നാം സ്ഥാനം, അതാണ് CPM-ന്റെ സമ്മേളനത്തിൽ തന്നെ പാലക്കാട്ടെ അവരുടെ പ്രകടനത്തെ അവർ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. തുടർച്ചയായി അവർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് 2016 മുതൽ. അപ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മുടെ ഡോക്ടർ സരിൻ മത്സരിച്ചപ്പോൾ പോലും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം മാറ്റിവെച്ച് മത്സരിച്ചപ്പോൾ പോലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതാണ് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാര്യം. അവർക്കിപ്പോൾ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് അവിടുത്തെ പ്രവർത്തകർ കാണുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം മാറ്റി വെച്ചുകൊണ്ട് സ്വതന്ത്രരെ ഇറക്കി പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം ഭരണവിരുദ്ധ വികാരം അവർക്ക് തിരിച്ചടിയാകും, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഇടതിൽ ക്യാമ്പുകൾ പോലും വിലയിരുത്തുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇടതുപക്ഷം ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കുന്നില്ലാത്തൊരു സ്ഥലം കൂടിയായിരിക്കും പാലക്കാട്. ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും തമ്മിലായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കുന്ന അത്തരത്തിലൊരു മത്സരത്തിലേക്കാണ് അത്. ഈ ഇപ്പോൾ നിലവിലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ ഒരു മത്സരം എനിക്ക് തോന്നുന്നു സരീനായിരുന്നു കുറച്ചും കൂടെ കമ്പയർ ടു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയേക്കാൾ റസാഖിനെ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ റസാഖിനെ എത്ര ആളുകൾ അറിയും, അല്ലെങ്കിൽ എത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അതിന് സ്വീകാര്യത ഉണ്ടാകുമെന്ന് ഫലങ്ങൾ വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പക്ഷേ സ്വതന്ത്രനായി തന്നെയാണ് റസാഖിനെ രംഗത്തിറക്കിയിരിക്കുന്നത് അത് CPM. ഇടതുപക്ഷത്തിന്റെ ഒരു രീതിയാണ്, അതെ, ഇടത് സ്വതന്ത്രൻ എന്ന് അതെ. പറയുന്ന ഒരു അവരുടെ ഒരു രീതി തന്നെയാണ്. എങ്കിലും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി നമുക്ക് കണക്കാക്കാവുന്നത് നെൽകർഷകരുടെ വിഷയം അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അവിടെ ചർച്ചയാക്കുന്നുണ്ട്. എതിരാളികൾ, കോൺഗ്രസിൻ്റെ എതിരാളികൾ വളരെ വലിയ രീതിയിൽ അത് ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് പാലക്കാട് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് അത്.
എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പോരാട്ടങ്ങൾ ചില്ലറയല്ല. അവർ വളരെ ഗംഭീരമായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പക്ഷെ നടത്തിയിട്ടുള്ളത്. ഓരോ മത്സരത്തിലും അവര് മികവ് കാണിക്കുന്നുണ്ട്. മികച്ച അതെ. പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിനകം 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു കഴിഞ്ഞു. 2014 അത് പാലക്കാടായിരുന്നു. 2019 ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചു. അതിനുശേഷം 2024 ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു. 3 കൺസിഡറബിൾ ആയിട്ട് ബി.ജെ.പി വോട്ട് ഷെയർ കൂട്ടുന്നതിൽ അവർക്ക് വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം പാലക്കാട് വലിയ രീതിയിൽ അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആറ്റിങ്ങലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും അത് തന്നെ ആവർത്തിക്കാൻ സാധിച്ചു അവർക്ക്. ഒപ്പം നമ്മൾ നിയമസഭാ പോരിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2004 മുതൽ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ട്. വടക്കാഞ്ചേരിയിൽ തുടങ്ങിയതാണ് ഈ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം ശോഭാ സുരേന്ദ്രൻ്റേത്. അതുകൂടെ നോക്കുമ്പോൾ നമുക്ക് 2006 പൊന്നാനിയിൽ മത്സരിച്ചു. ഒപ്പം തന്നെ 2009 എറണാകുളത്ത് മത്സരിച്ചു. അതുപോലെ 2011 പുതുക്കാടും 2016 പാലക്കാടും മത്സരിച്ചു. പാലക്കാട് നമ്മൾ നേരത്തെ പറഞ്ഞു 22,000 നിന്ന് 40,000 മുകളിലേക്ക് വോട്ട് ഷെയർ എത്തിച്ചു. അതുകൂടാതെ 21 കഴക്കൂട്ടത്ത് മത്സരിച്ച് എതിരാളിയെ വിറപ്പിക്കുകയും ചെയ്തു. നമുക്ക് അറിയാമത്. എന്തായാലും വളരെ വലിയ ഒരു മത്സര പരിചയം ഉള്ള ഒരു കാൻഡിഡേറ്റാണ്. ജനങ്ങളെ ഇളക്കി മറിക്കുവാൻ സാധിക്കുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ്. ഒരു നേതാവ് പറഞ്ഞത് പുലിക്കുട്ടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത്. പക്ഷേ പുലിയാണ് എന്നുള്ളതാണ് പലരും പറയുന്നത്. പുലിക്കുട്ടിയൊക്കെ മാറി. ഇപ്പോൾ പുലിയാണ്, യഥാർത്ഥ പുലിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് ബി.ജെ.പി ക്യാമ്പുകാർ പറയുന്നത്. നേരെ മറിച്ച് രമേശ് പിഷാരടിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് കൃത്യമായൊരു ലോക വിവരമുണ്ട്. നന്നായി സംസാരിക്കാൻ അറിയാം. പാലക്കാട് വേരുകളുള്ള ഒരാൾ. റസാക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ സാധിക്കുക എന്നറിയാത്തത്. അദ്ദേഹം ഒരു വ്യവസായി എന്നുള്ള നിലയിൽ വരുന്നു. ഇടത് സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ്റെ ആരോപണമുന അങ്ങോട്ടേക്ക് പോയതും. ഈ പാലക്കാട് ഒരു കോംപ്രമൈസ് ഉണ്ട്. ബി.ജെ.പിയും CPM തമ്മിൽ ഡീലുണ്ട്. ഇവിടെ CPM ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ബി.ജെ.പിയെ വിജയിപ്പിക്കുവാനാണ്. പകരം 10 മണ്ഡലങ്ങൾ ബി.ജെ.പിയുടെ സഹായം CPM ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എതിർപക്ഷം. ഇത് സ്വാഭാവികമായിട്ടും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അതെ. തീർച്ചയായിട്ടും അത് തള്ളിക്കളയുമായിരിക്കും. പക്ഷേ രമേശ് പിഷാരടി എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥിയായി കടന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ. രമേശ് പിഷാരടിയാണ് പാലക്കാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ്. എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ പാലക്കാട് ഇതല്ല എങ്കിൽ രമേശ് പിഷാരടി അല്ലെങ്കിൽ വേറെ ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കാത്തടത്താണെന്ന് തോന്നുന്നു പിഷാരടി എന്നൊരു ഒരു പേരിലേക്ക് എത്തിയത്. അതെ. കാരണം ഒന്നുമില്ലെങ്കിലും കുറച്ചുപേര് അറിയുമെങ്കിലും ചെയ്യുമല്ലോ എന്നുള്ളൊരു സാഹചര്യം. തീർച്ചയായിട്ടും ഇതിപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള വിമർശനം ചില കോണുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പരിചയസമ്പന്നരായ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നു ദേ ഹാഡ് ആൻ എഡ്ജ്. അവർക്കുണ്ടായിരുന്നു ഒരു എഡ്ജ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഉണ്ടായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്തിലേക്ക് അവർ കടന്നപ്പോഴും അതുണ്ടായിരുന്നു. കാരണം തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നു. ആര് മുഖ്യമന്ത്രി എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവാദത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ UDFന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ പ്രകടനമൊക്കെ തന്നെ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും. അപ്പോൾ അത്തരത്തിൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുന്നത്. തുടർന്ന് കെ സുധാകരൻ്റെ വിവാദം വരുന്നത്. അതിന് പിന്നാലെ പല സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ പല സ്ഥാനാർത്ഥി മോഹികളുമൊക്കെ രംഗത്ത് വന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അവിടെ ആണ് പറയുന്നത് ഈ പല മണ്ഡലങ്ങളിലും കുറെ കൂടി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ ആകാമായിരുന്നു. നേതാക്കളിലും മറ്റ് പല ഘടകങ്ങളും സ്ഥാനാർത്ഥികൾ ആരാകണം എന്നുള്ള കാര്യത്തിൽ പങ്കുവയ്പ്പിൻ്റെയും സമ്മർദ്ദം ചെലുത്തലിൻ്റെയും കാര്യം വരുന്നത് UDFന് ദോഷം ചെയ്തേക്കും ഈ തിരഞ്ഞെടുപ്പിൽ എന്ന നിരീക്ഷണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം വളരെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ ഇതിനും യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലും പരിചയസമ്പത്തുള്ള പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് പി ശശിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. പി ശശി എന്തുകൊണ്ട് പി ശശി എന്നുള്ള ജി സുധാകരൻ അങ്ങനെയുള്ള പേരുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൺസിഡർ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഓവർ കോൺഫിഡൻസ് UDFനുണ്ട്. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ ആളുകൾ മാറി ചിന്തിക്കും. 10 വർഷമായി ഇനിയെങ്കിലും ഒന്ന് മാറും എന്ന് വിചാരിച്ചിട്ട് ആളുകളെ നിർത്തുന്നത്. ഭരണവിരുദ്ധ വികാരം ഓട്ടോമാറ്റിക്കലി അവർക്ക് അനുകൂലമായി വരും എന്നവർ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആരെ നിർത്തിയാലും ജയിക്കുമായിരിക്കും. അപ്പോ നമുക്ക് താല്പര്യമുള്ള ആളുകൾ നിൽക്കട്ടെ, അങ്ങനെയുള്ളവർ നിൽക്കട്ടെ, ചിലപ്പോൾ ജയിക്കുമായിരിക്കും എന്നുള്ളൊരു
പക്ഷേ ഇപ്പോൾ സിനിമാ താരത്തെ നിർത്തി എന്നുള്ളത് കൊണ്ട് മാത്രം വിമർശിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അല്ല, ഓക്കെ, അവരുടെ ഇറ്റ് ഷുഡ് ബി അവരുടെ പക്ഷത്തും പൊളിറ്റിക്കൽ, ഉണ്ടല്ലോ. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം. പക്ഷേ മറുവശത്ത് കാര്യം നോക്കുകയാണെങ്കിൽ മുകേഷ് മത്സരിച്ചിട്ടുണ്ട്, പണ്ട് ഇന്നസെന്റ് മത്സരിച്ചിട്ടുണ്ടല്ലോ, എത്രയോ സിനിമാ താരങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ തമിഴ്നാട് പൊളിറ്റിക്സ് അല്ല, നമ്മുടെ പൊളിറ്റിക്സ് വേറെയാണ്. എങ്കിലും ഇത്തരത്തിൽ സിനിമാ താരം എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു അനുകരണ കലാ വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ കോമാളി എന്ന് വിളിച്ചത് ശരിയായില്ല. അത് തീർച്ചയായിട്ടും UDF പ്രചരണ ആയുധമാക്കുന്നുണ്ട്, ആക്കണം. അത് അവരുടെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. ആ, ആ, നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഞാൻ കാണുന്നത് തോമസ് ഐസക്ക് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിനെ പോലുള്ളൊരു സ്റ്റേച്ചറുള്ള ആളിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വളരെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു പരാമർശം വരാൻ പാടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം നല്ല കാര്യം, അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറ്റത്തര പ്രയോഗങ്ങളും അതുപോലുള്ള മോശം പ്രയോഗങ്ങളും നടത്തിയവരൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും തന്നെ യാതൊരു വിധത്തിലും ഒരു പശ്ചാത്താപമോ ഒരു ക്ഷമാപണമോ നടത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആര് മത്സരിക്കുന്നു, ആര് മത്സരിക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോരാണ്. പാലക്കാട് വലിയൊരു പോരിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ശോഭ വിജയം നേടാനുള്ള സാധ്യത വലിയ രീതിയിൽ BJP കാണുകയും ചെയ്യുന്നുണ്ട്. നിരീക്ഷകരും അത് പറയുന്നുണ്ട്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ശോഭാ സുരേന്ദ്രൻ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 മത്സരിച്ചപ്പോൾ 40,000 വോട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി ശോഭാ സുരേന്ദ്രന് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും എന്ന തരത്തിലാണ് BJP ചിന്തിക്കുന്നത്, NDA ചിന്തിക്കുന്നത്. അപ്പോൾ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ് നമുക്കും പറയാൻ പറ്റുന്നത്. കണക്കുകളുടെ അടിസ്ഥാനത്തിലും അവരുടെ ഒരു സ്വീകാര്യത വെച്ച് നോക്കുമ്പോഴും തീർച്ചയായിട്ടും പാലക്കാട് അത്ര എളുപ്പമല്ല UDFന്. കഴിഞ്ഞ മത്സരം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതെ. പക്ഷേ നമുക്കിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുമായി ഇതിനെ കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോര് അതിനപ്പുറം കടന്നു പോയിരിക്കുകയാണ്. വളരെ ശക്തമായൊരു പോരാട്ടമാണ് നടക്കുന്നത്. സ്ത്രീ വോട്ടർമാർ, ഒപ്പം തന്നെ യുവ വോട്ടർമാർ, BJPയുടെ അടിസ്ഥാന വോട്ട്, ഇതൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി വരും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആ ഒരു ചർച്ച കൂടി ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശോഭയെ ഇനിയെങ്കിലും നമുക്ക് നിയമസഭയിലേക്ക് അയക്കണം. ആ ഒരു തീപ്പൊരി ആളിക്കത്തിക്കട്ടെ പല വിഷയങ്ങളും നിയമസഭയിലെന്ന് പാലക്കാടുകാർ പറയുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ പോര് കടുക്കും. ഇനിയിപ്പോൾ കൗണ്ടിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആര് വിജയിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും പാലക്കാട്ടെ പോര് അത് നമ്മുടെ തീക്കാറ്റ് പോലെ ആളിക്കത്തുമെന്നാണ് പറയുന്നത്. അതിലൂടെ ആരായിരിക്കും ജയിച്ചു വരുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അതുകൊണ്ട് തന്നെ പാലക്കാട് നടക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അടിസ്ഥാനപരമായ ചോദ്യം, ശോഭാ സുരേന്ദ്രൻ ഇക്കുറിയെങ്കിലും നിയമസഭയിലേക്ക് എത്തുമോ? അതിനുള്ള യോഗ്യത അവർക്കുണ്ട്. ജനപിന്തുണ അവർക്ക് കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് കാണാനുള്ളത്. BJP ടീം ഒറ്റക്കെട്ടായി നിന്നാൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിച്ച് കയറാൻ സാധിക്കും. ഒപ്പം രാഷ്ട്രീയ പോരിനൊപ്പം നിൽക്കുവാൻ UDFന് സാധിക്കുമോ എന്നുള്ളതാണ് മറുവശം. LDF ഇനി പേരിന് വേണ്ടി മാത്രം ഒരാളെ നോമിനേറ്റ് ചെയ്തതാണോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ അതിന് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഉത്തരം. വളരെയധികം നന്ദി ഗ്രീഷ്മ ചർച്ചയിൽ പങ്കുചേർന്നത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.